സൂറത്തു യാസീനിന്റെ നിരവധി അമലുകൾ നാം വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സൂറത്തു യാസീൻ കൊണ്ട് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള വ്യത്യസ്തങ്ങളായ അമലുകൾ പലരും അതൊക്കെ ചെയ്തു, അവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചു. ഇന്നും സൂറത്തു യാസീനിനെ കുറിച്ച് ചില അറിവുകളാണ് നൽകുന്നത്. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ, ഈ അമലുകൾ ചെയ്താൽ തീർച്ചയായും അതിന് നല്ല റിസൾട്ട് ലഭിക്കും, ഫലം ലഭിക്കും. മഹത്വമറിഞ്ഞ് അതിന്റെ കൃത്യമായ ഉപയോഗം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി യാസീൻ. ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട്, വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം സൂറത്തു യാസീനാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തു യാസീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിലുള്ളതുപോലെ അമലുകൾ ചെയ്തു നോക്കൂ. നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു അമലായിട്ട് ഇതിനെ കണക്കാക്കൂ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കേണ്ടത്, ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത്, കൺസൾട്ടിങ്ങിന് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം തന്നെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക. ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ബോധപൂർവം ഇവിടെ ആരുടെയും കോളുകൾ എടുക്കാതിരിക്കുന്നില്ല. ചിലരൊക്കെ അങ്ങനെ കരുതിയിട്ടുണ്ട്. ഒരു 11-12 മണിയാകുമ്പോഴേക്ക് ചിലപ്പോൾ ബുക്കിംഗ് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, വേറെ തിരക്കുകൾ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്കാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ബുക്കിംഗ് ഫുൾ ആയതുകൊണ്ടാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യാത്തത്. ചിലപ്പോൾ നമുക്ക് നേരത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പൊ ആ സമയങ്ങളിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വിളിച്ചാലും ബുക്കിംഗ് കിട്ടാറുണ്ട്. ചിലപ്പോൾ തിങ്കളാഴ്ചയും ബുക്കിംഗ് കിട്ടാറുണ്ട്. അപ്പോ അതൊക്കെ വിളിക്കുന്നതിനനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്, ഞായറാഴ്ച 10 മണിക്കാണ് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കേണ്ടത്. സൂറത്തു യാസീനിനെ കുറിച്ച് ഒരുപാട് അമലുകൾ നമ്മൾ കൃത്യമായി നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ്. പലരും അതൊക്കെ ചെയ്തതാണ്. സൂറത്തു യാസീൻ ഒരു തവണ തന്നെ ഓതുമ്പോൾ അത് മഹാന്മാർ പറഞ്ഞ ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിനനുസരിച്ച് ഓതുന്ന രൂപത്തില്. അതേപോലെ തന്നെ സൂറത്തു യാസീൻ നമുക്കറിയാം, അതിന് മൊബീനുകളുണ്ട്. ആ മൊബീൻ അനുസരിച്ച് ആ മൊബീനിലെ അവിടെ എത്തുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അത് കൃത്യമായിട്ട് ഓതിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞ ഒരുപാട് അമലുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തു യാസീനിന് 7 ഖണ്ഡികകളുണ്ട്. നമുക്കൊക്കെ അറിയാം. ഓരോ ഖണ്ഡങ്ങളും അത് ഓരോ ദിവസത്തേക്കുള്ളതാണ്. 7 ദിവസങ്ങൾക്കുള്ള ഖണ്ഡങ്ങളും അധോലോകത്തെയും ഉപരിലോകത്തെയും രാജാക്കളുടെ 7 ഖണ്ഡങ്ങളും മഹത്തായ തുടക്കത്തിന്റെയും 7 അനുഗ്രഹ വർഷങ്ങളുടെയും ഖണ്ഡങ്ങളുണ്ട് അതില്. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. സൂറത്തു യാസീൻ ഓരോ മുബീനെത്തുമ്പോഴും ഓതിയിട്ട് മന്ത്രിക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും അത് കണ്ടിട്ടുണ്ടാകൂല, കുറെ മുമ്പ് ചെയ്തതാണ്. എന്നാൽ നിരവധി ആളുകൾ കണ്ട വീഡിയോസുകൾ അതിലുണ്ട്. ഇന്ന് നമ്മൾ സൂറത്തു യാസീനിന്റെ പ്രത്യേകമായ അമലുകളാണ് പറയുന്നത്. സൂറത്തു യാസീനെ കുറിച്ച് നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച സൂറത്തു യാസീൻ അത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ, ഏതു കാര്യത്തിന് വേണ്ടിയാണോ സൂറത്തു യാസീൻ പാരായണം ചെയ്യപ്പെട്ടത്, ആ കാര്യം നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. സൂറത്തു യാസീൻ അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓതൽ വളരെയധികം പ്രതിഫലാർഹമാണ്, വളരെയധികം ഗുണകരമാണ്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് മരണമാസന്നമായ രോഗിയുടെ അടുക്കൽ വെച്ച്, മരണമാസന്നമായ ആളുടെ സമീപത്ത് വെച്ച് അവരുടെ റൂഹ് പുറപ്പെടുന്നതിന്റെ മുമ്പ് സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അത് റൂഹ് പുറപ്പെടാൻ എളുപ്പമാകുമെന്ന് മഹത്തുക്കളായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻദൽ മുഹ്തളർ ഖബ്ല ഖുറൂജിഹി ഖബ്ല ഖുറൂജി റൂഹി, അവരുടെ റൂഹ് പുറപ്പെടുന്നതിന്റെ മുമ്പ് പ്രത്യേകമായി ഓതൽ അതിനെ വളരെയധികം ഗുണകരമാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വഇൻദ സിയാറത്തിൽ ഖബർ,
മഹാന്മാരുടെയൊക്കെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ലിദഫ്ഇൽ ബലാ, ആഫത്ത് മുസീബത്തുകൾ പ്രയാസങ്ങളൊക്കെ അത് നീങ്ങിപ്പോകാൻ, ഇറങ്ങിയ വന്നു ചേർന്ന ആഫത്ത് മുസീബത്തുകൾ നീങ്ങിപ്പോവാനും, ഇനി നമുക്ക് നമ്മുടെ സാബിഖായ ഖളായിലെ എന്തെങ്കിലും ആഫത്ത് മുസീബത്തുകൾ അള്ളാഹു നേരത്തെ മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകാനും സൂറത്തു യാസീൻ വളരെയധികം ഗുണകരമാണ്. ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറയുന്നതല്ല. മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ കൃത്യമായി ഉദ്ധരിച്ചതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാർ അവർ പ്രത്യേകമായിട്ട് എഴുതി വെച്ചതാണ്. നമ്മുടെ ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലൊക്കെ സൂറത്തു യാസീൻ ഇലാ നദ്ബി ഖിറാഅത്തി സൂറത്തു യാസീൻ ഇൻദൽ മുഹ്തളർ ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ യാസീൻ അലാ മൗതാകും. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിനെ ഉദ്ധരിച്ച് ഷാഫിഈ മദ്ഹബിലെ, ഹനഫി മദ്ഹബിലെ, ഹംബലി മദ്ഹബിലൊക്കെ സൂറത്തു യാസീൻ പ്രത്യേകമായിട്ട് അങ്ങനെ ഓതണം എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തു യാസീൻ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഓതണം എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഓതുമ്പോൾ അതിന് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. സൂറത്തു യാസീനിന്റെ പ്രത്യേകതയായിട്ട് മഹാനരായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിന്റെ കിതാബിൽ തഫ്സീർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മിൻ ഖസാഇസി ഹാദിഹി സൂറ, സൂറത്തു യാസീനിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്നഹാ ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ, ഇൻദ അംരിൻ അസീരിൻ, ഒരു പ്രയാസപ്പെടുന്ന കാര്യം, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് സൂറത്തു യാസീൻ ഓതപ്പെടുന്നില്ല. ഇല്ലാ യസ്സറഹുല്ലാഹു തആല, അല്ലാഹു തആല ആ കാര്യത്തിൽ നിന്ന് അവന് രക്ഷ നേടിക്കൊടുത്തിട്ടല്ലാതെ. അപ്പൊ ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് സൂറത്ത് യാസീൻ ഓതുമ്പോ ആ ഓതിക്കഴിയുന്ന കാര്യം, ഏതു കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഓതുന്നത്, ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർവഹിച്ചു കൊടുക്കാം, പ്രയാസത്തിൽ നിന്ന് രക്ഷ നൽകും. ഏതിനു വേണ്ടിയാണ് ഓതുന്നത് അതിൽ നിന്ന് അവനക്കൊരു മോചനം ലഭിക്കുമെന്ന് മഹാനരായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനവർകൾ തന്നെ പറയുന്നു വകഅന്ന ഖിറാഅതഹാ ഇൻദൽ മയ്യിത്ത് ലതൻസിലുർ റഹ്മ, മയ്യത്തിന്റെ സമീപത്ത് വെച്ച്, മയ്യത്തിന്റെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമാകും. അതേപോലെ തന്നെ ഖുറൂജുർ റൂഹ്, റൂഹ് പുറപ്പെടാൻ വളരെ എളുപ്പമാകുകയും ചെയ്യും മരണമാസന്നമാകുന്ന ആളുടെ അടുക്കൽ വെച്ച് ഓതുമ്പോൾ. ഇങ്ങനെയൊക്കെ വളരെയധികം ശ്രേഷ്ഠതകൾ പറഞ്ഞ സൂറത്തു യാസീൻ, അതിന്റെ മഹത്വം വളരെ വലിയതാണ്. അത് പറഞ്ഞാൽ തീരാവുന്നതിലും അപ്പുറമുണ്ട്. അത്രമേൽ സൂറത്തു യാസീനിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ സൂറത്ത് യാസീന് നമ്മള് ചില മഹാന്മാരൊക്കെ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ട് സൂറത്ത് യാസീൻ സ്ഥിരമായിട്ട് പതിവാക്കണം. അത് സൂറത്ത് യാസീനിൽ 20 ബറക്കത്തുകളുണ്ട്. അങ്ങനെ ഓരോ ബറക്കത്തുകളെ കുറിച്ചും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. വിശപ്പുള്ളവൻ അതോതിയാൽ അവന്റെ വയറ് നിറയും, ദാഹിച്ചവൻ അതോതിയാൽ അവന്റെ ദാഹം തീരും, നഗ്നനായ ആൾ ഓതിയാൽ അവന്റെ നഗ്നത മറയും, രോഗിയായ ആൾ ഓതിയാൽ അവരുടെ രോഗം ശിഫയാകും, അവിവാഹിതൻ ഓതിയാൽ അവരുടെ വിവാഹം പെട്ടെന്ന് ശരിയാകും, ഭയമുള്ളവൻ അതോതിയാൽ നിർഭയനാകും, തടവുകാരൻ അതോതിയാൽ മോചനം ലഭിക്കും, യാത്രക്കാരൻ അതോതിയാൽ യാത്രയിലുള്ള ക്ലേശങ്ങളൊക്കെ നീങ്ങിയിട്ട് അവന്റെ ജീവിതത്തിൽ, അവന്റെ യാത്രയിൽ നല്ല സന്തോഷം വന്നു ചേരും, അവന് സഹായങ്ങൾ ലഭിക്കും. ദുഃഖിതനാണ് ഓതുന്നതെങ്കിൽ അവൻ സന്തുഷ്ടനാകും. വഴിതെറ്റിയവൻ ഓതിയാൽ അവനെ നേർവഴിയിലെത്താൻ കാരണമാകും. മോഷണത്തിനിരയായവർ, മോഷ്ടിക്കപ്പെട്ട വല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ, നഷ്ടം സംഭവിച്ച ആളുകൾ ഓതിയാൽ അവനത് തിരിച്ചു കിട്ടും. ഇങ്ങനെ 20ഓളം മഹത്വങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അത് ആത്മാർത്ഥമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ എല്ലാ ദിവസവും 2 തവണയെങ്കിലും ഓതണം. നമ്മുടെ നൂറെ മദീനയുടെ മജ്‌ലിസിലിരുന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. ഭരണാധികാരിയിൽ നിന്നോ പ്രമുഖരിൽ നിന്നോ വല്ല കാര്യവും സാധിക്കാനുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്തെല്ലാം വിഷയങ്ങൾക്ക് നമ്മുടെ ലീഗൽ ഇഷ്യൂസ്, നമ്മുടെ ലീഗലി ആയിട്ടുള്ള നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മുടെ ആധാരവുമായി ബന്ധപ്പെട്ട വിഷയം, നമ്മുടെ രേഖകളുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുകയാണെങ്കിൽ
പലരും നമ്മോട് അങ്ങനെ പറയാറുണ്ട്, അതിലെങ്ങനെ കറക്ഷൻ വന്നതുകൊണ്ടാണ്, ഇതിലെങ്ങനെ എറർ വന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രയാസങ്ങളും നമ്മെ വിളിച്ചറിയിക്കാറും നേരിട്ട് വന്ന് പറയാറൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, കഴിഞ്ഞ ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരു കുടുംബം, അവര് നമ്മോട് അവരുടെ പാസ്പോർട്ട് എത്രയോ വർഷമായി പാസ്പോർട്ട് ലഭിക്കാത്തതിന്റെ പേരിൽ ഏതോ ഒരു കൺട്രി പറഞ്ഞു, ആ കൺട്രിയിലേക്ക് അവർക്ക് യാത്ര പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവരോട് നമ്മളൊരു അമൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് ചെന്ന് 2-3 ദിവസത്തിനുള്ളിൽ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളത് ശരിയായാൽ അത് പ്രത്യേകം അറിയിക്കണമെന്ന്. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അമൽ പറഞ്ഞു കൊടുത്തപ്പോൾ. അവരത് ചെയ്യാൻ കാണിച്ച താല്പര്യവും കണ്ടപ്പോൾ ഇത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ അവരത് കോൺഫിഡന്റോടുകൂടെ സ്വീകരിക്കുന്നത് കാണുന്നു. സ്വീകരിച്ചത് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു വിശ്വാസമുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ തോന്നി അത് പെട്ടെന്ന് ശരിയാകും എന്നുള്ളത്. അങ്ങനെ വളരെ ചുരുങ്ങി 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അവര് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ കാണാൻ കുറച്ച് ലേറ്റായി, ആ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം തീർന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരം അമലുകൾ നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ നല്ല ഫലം അതിന് ലഭിക്കും. അപ്പോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഭരണാധികാരിയിൽ നിന്നോ പ്രമുഖരായ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ എന്തെങ്കിലും സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് സൂറത്തു യാസീൻ 25 പ്രാവശ്യം ഓതിയിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ ഈ രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും. അപ്പൊ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ രൂപത്തിൽ നമുക്ക് ഓതാവുന്നതാണ്. അതേപോലെ തന്നെ വല്ല അക്രമികളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെയൊന്നും ചെയ്യരുത്. അത് നമ്മുടെ അടുക്കലായതുകൊണ്ട് അത് പുറത്തൊന്നും പോവില്ല. നിങ്ങൾ വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അയച്ചു കൊടുക്കരുത്. അത്തരം വിഷയങ്ങളൊക്കെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ആക്രമിക്കാൻ വരുന്നത്, അതൊക്കെ നമ്മുടെ ലീഗലി നീങ്ങുന്ന സമയത്ത് സ്റ്റേഷനിലും അതേപോലെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക എന്നല്ലാതെ നമുക്കത് പ്രത്യേകം ആ ഒരു വീഡിയോ ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് നമുക്കൊരു നേട്ടമില്ല. ഏതോ ഒരു കുടുംബം അവരുടെ വീട്ടിലെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളിൽ തന്നെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അവരെ ആക്രമിക്കാൻ വരുന്നതും അവര് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന്റെ വീഡിയോ കഴിച്ച് ഉസ്താദെ രക്ഷപ്പെടുത്തണം, ഇങ്ങനെയുള്ള പ്രയാസത്തിലാണുള്ളത്, കേസൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല, അതൊന്നും അവര് ക്യാഷ് കൊടുത്തത് മറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയക്കല് നിർബന്ധമില്ല, ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങള് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്തരം അക്രമങ്ങളെ തൊട്ട് അക്രമകാരികളെ തൊട്ട് ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ, മറ്റുള്ളവരെ തൊട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഒരു വലിയ മഹാനരായ അബുൽ ഹസൻ ഷാദുലി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു അവരൊക്കെ ഉപദേശിച്ച പ്രകാരം യാസീൻ പാരായണം ചെയ്ത് നമ്മളെ അത്തരം അപകടങ്ങളെ തൊട്ട് കാവല് ചോദിച്ചാൽ വലിയ ഹിഫ്ള് ലഭിക്കും എന്നുള്ളതാണ് മഹാന്മാർ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ രൂപത്തിൽ സൂറത്ത് യാസീൻ നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. നമുക്കറിയാം സൂറത്ത് യാസീൻ ബറാഅത്ത് രാവിന്റെ അന്ന് 3 തവണ നമ്മൾ ഓതാറുണ്ട്. അതിലൊന്ന് ദീർഘായുസ്സിന് വേണ്ടി, ആഫത്ത് മുസീബത്തുകൾ നീങ്ങാൻ വേണ്ടിയിട്ട്, ആയുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ നിയത്ത് വെച്ച് നമ്മൾ ഓതാറുണ്ട്. അങ്ങനെ യാസീൻ ഓതുന്ന സമയത്ത് ആ ഒരു വർഷത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. പേഴ്സണലി നമ്മളൊക്കെ ഓർമ്മ വെച്ച നാൾ മുതലേ അത് ഓതുന്നതാണ്. അപ്പോ അതിനുശേഷമുള്ള ആ വർഷം നമുക്ക് നല്ല ബറക്കത്തുള്ള വർഷമായിട്ട് മാറാറുണ്ട്. ഈ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ യാസീനിന് കഴിയുന്ന വലിയ സ്ഥാനമുണ്ട് കേട്ടോ. യാസീൻ ഓതിക്കഴിഞ്ഞാൽ അതിന് അത്രമേൽ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ സാധിക്കും. ഏത് ആഗ്രഹങ്ങളും മുറാദുകളും പൂർത്തീകരിക്കാൻ യാസീൻ പൂർണ്ണമായിട്ടും ഓതിയാൽ മതി. അത് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ എത്തുമ്പോൾ പ്രത്യേകമായിട്ട് അവന്റെ ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകമായിട്ട് ഓതിക്കഴിഞ്ഞാൽ റഹ്മാൻ എന്ന പദം എത്തുന്ന സമയത്ത് ഒക്കെ അവന്റെ ആഗ്രഹങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണല്ലേ. അപ്പോ ആ അർത്ഥം വരുന്ന ആ വാക്ക് വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ കരുതിയിട്ട് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം. യാസീൻ ഓതുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ റഹ്മാൻ എന്ന് വരുന്നുണ്ടല്ലോ. റഹ്മാൻ എന്ന പദം ഇങ്ങനെ ഓതുന്ന സമയത്ത് ഇങ്ങനെ കടന്നു വരും. അത്തരം സന്ദർഭം വൈദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹ്
എന്നുള്ള പദം വരുന്നുണ്ട്. മാ വഅദർ റഹ്മാൻ വത്തഖദു മിൻ ദൂനില്ലാ, അവിടെ അല്ലാഹ് എന്ന് വരുന്നുണ്ട്, പിന്നെ റഹ്മാൻ എന്ന് വരുന്നുണ്ട്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ, അത് തബാറകയിലാണ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാൻ, തബാറക ഓതുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആയത്തുകളും എത്തുന്ന സമയത്ത് റഹ്മാൻ എന്ന പദം വരുന്ന സമയത്ത് പ്രത്യേകം നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതുക. അതേപോലെ തന്നെ ജയിലിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. പല ആളുകളും കള്ളക്കേസുകളിലേക്ക് അകപ്പെട്ടവരുണ്ട്. ചില ആളുകള് യഥാർത്ഥത്തിൽ കേസുകളിൽ അകപ്പെട്ടതാണ്. ചില കുടുംബങ്ങൾക്ക് അത് കേസുകളിൽ ശരിക്കും ജനുവിനായിട്ട് അവർ കേസിൽ അകപ്പെട്ടതാണെന്ന് വിശ്വസിക്കാനൊരു പ്രയാസം. അങ്ങനെ വിശ്വസിക്കാനൊരു പ്രയാസമൊന്നും വേണ്ട. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം. അവരെ MDMA, LSD, കഞ്ചാവ് പോലെയുള്ള പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങൾ, പഴയ ഉൽപ്പന്നങ്ങൾ ഇവയോടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വിപണനവുമായിട്ട് അവർ ബന്ധപ്പെടും. അതിന്റെ വിപണനവുമായി ബന്ധപ്പെടുമ്പോൾ ശത്രുക്കൾ വരും. ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ശത്രുക്കൾ പരസ്പരം ഒറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തും. അങ്ങനെ ചതിയിൽപ്പെടുത്തിയിട്ട് കേസുകളിൽ കൊടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കൽ വന്നപ്പോ 4-5 MDMA കേസിൽപ്പെട്ട മക്കളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ വെറുതെ ഒരാള് കേസിൽ കുടുങ്ങൂല. നമ്മള് ചിലതൊക്കെ അങ്ങനെ ചതിയിൽ പെടുന്നതുണ്ടായേക്കാം. പക്ഷേ കേസുകളിൽ കുടുങ്ങുന്ന ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധമുണ്ടാകും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് നുണഞ്ഞിട്ടുണ്ടായേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സഹായം ഇവന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. ആ സമയത്ത് അവനക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് കിട്ടിയ 4000 രൂപ, 2000 രൂപ അവന്റെ മനസ്സിനെ ഉലച്ചിട്ടുണ്ടായേക്കാം. ആ ഉലച്ച കാരണം കൊണ്ട് പിന്നീട് അവൻ അതിന്റെ ഈ വിപണന മേഖലയിലേക്ക് വന്നതായേക്കാം. അങ്ങനെ വന്നതുകൊണ്ട് അവൻ പിന്നീട് ആരോ ഒറ്റിക്കൊടുത്തപ്പോൾ കേസിൽ പിടിക്കപ്പെട്ടതായേക്കാം. ഇങ്ങനെ കേസിലകപ്പെട്ട് ജയിലിലകപ്പെട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവര്, അതേപോലെ തന്നെ ജാമ്യം കിട്ടിയിട്ട് വാറണ്ടായവര്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ, ഒളിവിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ അത്തരം ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂറത്തു യാസീൻ 3 തവണ പാരായണം ചെയ്യാവുന്നതാണ്. നല്ല നിയ്യത്തോടുകൂടെ. ആ നിയ്യത്തോടുകൂടെ സൂറത്ത് യാസീൻ 3 തവണ പാരായണം ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്താൽ അതിൽ നിന്ന് വലിയ മോചനം ലഭിക്കുന്നതാണ്. അപ്പോ ആ ഒരു നിയ്യത്തോടുകൂടെ ചെയ്താൽ മതി. ഈ ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളോടൊക്കെ നമ്മൾ പള്ളിയിൽ ചെന്നിരുന്ന്, അത് പുരുഷന്മാർക്കാണല്ലോ സാധിക്കുക, പള്ളിയിൽ ചെന്നിരുന്ന് 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും ആ 3 യാസീൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിലും അജ്നബിയായ കലാം, ഭൗതികമായ ഒരു സംസാരവും ഇല്ലാതെ 3 സൂറത്ത് യാസീൻ പൂർണ്ണമായും പാരായണം ഖിബിലയിലേക്ക് മുന്നിട്ട് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ഉടനെയായിട്ട് അതേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലി നമ്മുടെ ജോലിയുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ദുആ ചെയ്താൽ ആ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയോ പ്രവാസികൾ ആ അമല് ചെയ്തു. അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ. അപ്പൊ അങ്ങനെയുള്ള അമലുകളും ഉണ്ട്, മനസ്സിലായല്ലോ. അത്തരം അമലുകളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകളുണ്ട്. കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സൂറത്ത് യാസീൻ 41 പ്രാവശ്യം ഓതുക. ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും. 41 തവണ ഓതാൻ വേണ്ടി തീരുമാനിച്ച് അത് 41 തവണ നീയത്തോടു കൂടി ഓതുക. ഒരു വലിയ പുണ്യാത്മാവ് പറയുന്നുണ്ട്, 41 ദിവസം 41 പ്രാവശ്യം, അത് എത്ര ദിവസങ്ങളെ കൊണ്ടാവട്ടെ, ഈ ദിവസങ്ങൾ കണക്കില്ലാതെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കഴിയാവുന്ന അത്രയും സ്പീഡിൽ എത്ര ദിവസങ്ങളെ കൊണ്ടാണോ ചെയ്യാൻ പറ്റുന്നത് അത്ര ദിവസങ്ങളെ കൊണ്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോ 41 യാസീൻ ഓതാൻ നമുക്ക് വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഓതുക. അതിങ്ങനെ അലസമായിട്ട് നമ്മളെ പിന്തിപ്പിക്കുന്നതിനനുസരിച്ച് നാം ആഗ്രഹിക്കുന്ന ആവശ്യവും അലസമായിട്ട് ഇങ്ങനെ പിന്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കേണ്ട കാര്യമാണെങ്കിൽ അത്രയും പെട്ടെന്ന് സ്പീഡില് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം വളരെ പെട്ടെന്ന് ഓതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 41 പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതിയിട്ട്
ആ ഓതുന്ന സമയത്ത് അന്യ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത്. അവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും അവരോട് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും നമ്മോട് പറയണം, അവരോട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം. അതൊക്കെ അത്യാവശ്യ സംസാരങ്ങളാണ്. അത്തരം അത്യാവശ്യ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഖുർആനിന്റെ അദബ് പാലിച്ച് സംസാരിക്കുക. എങ്ങനെ? ഖുർആനിന്റെ ഒരായത്ത് പൂർണ്ണമായും ഓതി വഖഫ് ചെയ്തതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അവരോട് സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത ഖിറാഅത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ഓതി തുടങ്ങുക. ഇങ്ങനെയുള്ള ഖുർആനുമായി പാലിക്കേണ്ട അദബുകളും മര്യാദകളും പാലിച്ച് ഉള്ള സംസാരങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകൂല. എങ്കിലും അത്തരം സംസാരങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയം ഇതിനെ തെരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മക്കളെ ഉറക്കി കിടത്തിയതിന്റെ ശേഷം അല്ലെങ്കിൽ അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇത്തരം സന്ദർഭങ്ങളൊക്കെ തെരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആ സമയത്തും ഓർമ്മപ്പെടുത്തുകയാണ്. 41 യാസീന് പൂർണ്ണമായും ഓതിയതിന്റെ ശേഷം പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഞാൻ ഇങ്ങനെ ഈ 41 യാസീൻ ഓതിയിട്ടുള്ളത് എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണെന്ന് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ദുആ ചെയ്ത് അവന്റെ ആഗ്രഹം ഏതാണോ, നല്ലൊരു വീടുണ്ടാവാനാണെങ്കിൽ അത്, മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ അത്, ജോലി ശരിയാവാനാണെങ്കിൽ അത്, അതേപോലെ തന്നെ കടങ്ങൾ വീടാനാണെങ്കിൽ അത്, എന്ത് നിയ്യത്തും കരുതാം. ആ നിയ്യത്ത് കരുതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹൈഫ്ള് നൽകട്ടെ. ഒരു വലിയ മഹാൻ പറയുന്നുണ്ട്, ആരെങ്കിലും സൂറത്ത് യാസീൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അയാൾ സന്തുഷ്ടനായിരിക്കും. വൈകുന്നേരം ഓതിയാൽ നേരം പുലരുവോളം അയാൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. നമ്മുടെ മജ്ലിസിൽ വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ മജ്ലിസിൽ വെച്ച് സൂറത്ത് യാസീൻ ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്. താഴെ കമന്റ് എഴുതും. അവരെ രാവിലെ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് രക്ഷയുണ്ടാകും, സന്തോഷമുണ്ടാകും. വൈകുന്നേരം നമ്മുടെ മജ്ലിസിൽ ഓതുന്നുണ്ട്, പ്രഭാതമാകുന്നത് വരെ അവന് സന്തോഷമുണ്ടാകും. വലിയ ഭാഗ്യമില്ല അള്ളാഹു നമുക്ക് നൽകിയത് അങ്ങനെ ഓതാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പനിയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ വീട്ടിൽ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റും. പനിയുള്ളവർക്കൊക്കെ ഒരു നൂലെടുക്കുക. ആ നൂലില് യാസീൻ പ്രത്യേകമായിട്ട് ഓതിയിട്ട് ഓരോ മുബീനെത്തുന്ന സമയത്തും ആ നൂലില് കെട്ടുകൾ ഇടുക. ഓരോ മുബീനെത്തുന്ന സമയത്തും അങ്ങനെ യാസീൻ തീരുമ്പോഴേക്ക് എത്ര കെട്ടുകൾ ഉണ്ടാകും? നൂലില് എത്ര മുബീനുകളുണ്ടോ അത്രയും കെട്ടുകൾ ഉണ്ടാകും. ഈ ഭാഗം കേൾക്കുന്ന ആളുകള് എത്ര മുബീനുണ്ട് എന്നുള്ളതൊന്ന് താഴെ എഴുതി. എല്ലാവരും എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്ന ആളുകൾ എന്തായാലും എഴുതുന്ന ഉറപ്പാണല്ലോ. അത്രയും മുബീനുള്ള കെട്ടുകൾ ആ നൂലിലുണ്ടായേക്കും. അങ്ങനെ അത് പനിയുള്ളവന്റെ വലതു തോളൻ കയ്യിൽ കെട്ടിയാൽ അവന്റെ പനി ഈ യാസീൻ കാരണമായിട്ട് ഷിഫയാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല റിസൾട്ട് നൽകട്ടെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യാസീൻ ഓതുക. അതൊക്കെ ഖിബലക്ക് മുന്നിട്ടിരുന്ന് ഓതിയാൽ നല്ല ഫലം ഉണ്ടാകും. യാസീൻ ഓതുക. യാസീൻ ഓതിയിട്ട് ഓരോ മുബീനെത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് അത് കെട്ടുക. ഊതുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഊതാൻ പറയുന്നതൊക്കെ സാധാരണ ഊതുക എന്നുള്ള ഊതലല്ല. ഇഷ്ഫി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരു എയർ വരൂലേ, അതാണ് അതിന്റെ ഉദ്ദേശം. ഇഷ്ഫി എന്ന് പറഞ്ഞത് ഇഷ്ഫി, നീ ഷിഫയാക്കി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായല്ലോ. അപ്പോ ഇനിയിപ്പം മന്ത്രിക്കുന്നതിന് ഒരു പ്രത്യേക റൂട്ട് ഉണ്ട്. അത് പലപ്പോഴും പലർക്കും അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങനെയാണ് ഒരു ചരട് നമ്മുടെ മക്കൾക്കാണെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചരട് മന്ത്രിച്ചൂതേണ്ടത്, അതിന് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു രീതി ഉണ്ട്. അതിന് അത് ഊതേണ്ട രീതി എങ്ങനെയെങ്കിലൊക്കെ ഊതാം. വലിയ വലിയ മഹാന്മാരുടെ അടുത്തെങ്കിലും കൊണ്ടുകൊടുക്കുമ്പോൾ അവരൊക്കെ ചിലപ്പോ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിച്ചു തരും, ഒന്നും ചെയ്യൂല. അതൊന്നും നിസാരാക്കി കാണരുത്. അവർക്കൊക്കെ അത് മതി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യേണ്ടത്, അതിനൊരു അദബും ചിട്ടയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഊതേണ്ടത്, എങ്ങനെയാണ് കെട്ടുകൾ ഇടേണ്ടത്, അത് കെട്ടുകൾ ഇടുമ്പോ അത് മുറുക്കുന്ന സമയത്ത് എങ്ങനെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയേണ്ടത്. അപ്പൊ പനിയുള്ളവരുടെ സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ഓരോ മുബീനുകളെ എത്തുമ്പോൾ പ്രത്യേകമായിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് വലതു തോളൻ കയ്യിൽ കെട്ടിയാൽ അവരുടെ പനി ഷിഫയാകാൻ അത് കാരണമാകും. ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഈ മന്ത്രിച്ചോദിയെ കിട്ടിയ ഈ നൂല് പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ചില തക്സീറുകളൊക്കെ കൊടുക്കും. തക്സീറുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമ്മൾ ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മന്ത്രിക്കേണ്ടെന്ന് പറയുന്ന ആ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
ഏതൊരാവശ്യങ്ങൾ പൂർത്തീകരിക്കാനും സൂറത്തു യാസീൻ 4 പ്രാവശ്യം പാരായണം ചെയ്യുകയും ആ 4 പ്രാവശ്യം പാരായണം ചെയ്യുന്നതിനിടയ്ക്ക് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കപ്പെടുമെന്നല്ല ഈ ഒരു അമൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൂറത്തു യാസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു തംബ്നെയിലിൽ ഈ ചാനലിൽ തന്നെ വീഡിയോ കാണാം. ആ വീഡിയോയുടെ താഴെ നമ്മളൊരു ദുആഉം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ദുആ ഇതിന് ശേഷം ചെയ്യണം. അപ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും. സുബ്ഹാനൽ മുതനഫിസ് അൻ കുല്ലി മദിയൂൻ സുബ്ഹാനൽ മുഫർരിജ് അൻ കുല്ലി മഹ്സൂൻ സുബ്ഹാന മൻ ജഅല ഖസാഇനഹു മിൻ ബൈനിൽ കാഫി വന്നൂൻ സുബ്ഹാന മൻ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ യാ മുഫർരിജു ഫർരിജ് യാ മുഫർരിജു ഫർരിജ് യാ മുഫർരിജു ഫർരിജ് യാ മുഫർരിജു ഫർരിജ് ഫർരിജ് അന്നി ഹമ്മി വഗമ്മി ഫറജൻ ആജില ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ഈ ഒരു ദുആ 4 പ്രാവശ്യം സൂറത്ത് യാസീൻ ഓതിയിട്ടുള്ള ഈ അമലിന്റെ തൊട്ടുപിറകെ ചൊല്ലുകയും വേണം. ഇത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാതിരുന്നത്. അതിന്റെ സ്ക്രീൻ എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അത് മുമ്പത്തെ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അതിന്റെ കൃത്യമായി ഇത് കിട്ടും. ഇത് നല്ല ഫലമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് അത് മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പൊ 4 സൂറത്ത് യാസീൻ അന്യ സംസാരങ്ങളൊന്നും ഇല്ലാതെ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ഓതിയതിനു ശേഷം ഈ ഒരു ദുആ ചെയ്യുക. ഈ ദുആ ചെയ്താൽ നല്ല ഫലം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി സൂറത്തു യാസീൻ 35 പ്രാവശ്യം ഓതുക. ഓരോ മുബീൻ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യുക. നല്ല റിസൾട്ട് അതിന് ലഭിക്കും. ഇനിയും ഒരുപാട് അമലുകൾ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളത് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇതേപോലെ കൃത്യമായി നമ്മുടെ ആവശ്യങ്ങൾ പടച്ച റബ്ബിലേക്ക് പ്രത്യേകം നിയ്യത്താക്കിയിട്ട് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നല്ല ഫലമുള്ള അമലുകൾ ചെയ്ത് നല്ല സദഖകളൊക്കെ ചെയ്ത് നല്ല ഹൃദയശുദ്ധിയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങളെ ഇറക്കി വെക്കാൻ തീരുമാനിച്ചാൽ ആ പ്രയാസങ്ങളൊക്കെ തീരാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വരുന്ന എത്രയോ ആളുകളെ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണം, ദുആ ഏൽപ്പിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് പേപ്പറിൽ പ്രത്യേകം എഴുതി തന്ന് ഇവിടെ ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അത് വായിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ അതൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. എല്ലാം ഇങ്ങനെ തുറന്നു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അതൊന്നും പറയാത്തത്. അല്ലാഹുവേ, ആരെന്ത് വിഷയങ്ങൾ പറഞ്ഞാണോ ദുആ കേൾപ്പിച്ചിട്ടുള്ളത്, നീ അവർക്കതിൽ നിന്നൊക്കെ വലിയ രക്ഷ നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണേ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഇൻഷാ അല്ലാഹ് 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്ത് വരുന്നവർക്കാണ് കാണാൻ സാധിക്കുക. അല്ലാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.